വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് I-94 എന്നൊരു കാർഡ് കൊടുക്കുന്നത് നമുക്ക് മിക്കവർക്കും അറിയാം. ഇപ്പോഴത് കാർഡാണോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അതിൽ നമുക്കിപ്പോൾ 10 വർഷത്തെ വിസ ഉണ്ടെങ്കിൽ കൂടി ആ കാർഡിലെഴുതും 3 മാസത്തെ താമസം അല്ലെ 6 മാസത്തെ താമസം. അതിലെഴുതിയിരിക്കുന്ന ഡേറ്റിനകം നമ്മൾ സ്ഥലം വിട്ടോണം. അല്ലെങ്കിൽ അത് ഓവർ സ്റ്റേ ആയി അത് പ്രശ്നമായി, ലീഗൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പ്രശ്നം വിദ്യാർത്ഥികളായിട്ട് വരുന്നവർ, അതുപോലെ തന്നെ J1 വിസിറ്റിംഗ് വിസയിൽ വരുന്നവർ, പിന്നെ ഈ ഇൻ്റർനാഷണൽ മീഡിയയുടെ ഭാഗമായിട്ട് വരുന്നവർ, അവർക്കൊന്നും ഈ നിയമം ബാധകമല്ലായിരുന്നു ഇതുവരെ. അവർക്കൊക്കെ കൊടുത്തിരുന്ന ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ്, നിങ്ങൾക്ക് എത്ര കാലത്തേക്കാണോ വിസ തന്നിരിക്കുന്നത് അത്രയും കാലം നിങ്ങൾക്ക് താമസിക്കാം. അത്രയും കാലം ആ വിസയുടെ കാലാവധി അനുസരിച്ച് നിങ്ങൾക്ക് ഇമിഗ്രേഷൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം എന്നുള്ളതായിരുന്നു ഇതേവരെ കൊടുത്തിരുന്ന സമയപരിധി. എന്നാലിപ്പോൾ പുതിയ DHS കൊണ്ടുവന്ന പുതിയ നിർദ്ദേശം അതിപ്പം വൈറ്റ് ഹൗസും അംഗീകരിച്ചു. ഇനിയിപ്പോൾ അത് ഫെഡറൽ രജിസ്റ്ററിൽ കൂടി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ആക്ഷേപമൊക്കെ പറയാൻ ഒരു 60 ദിവസം കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് പുതിയ നിയമം വരും. പുതിയ നിയമം അനുസരിച്ച് ഈ ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് എന്ന് ഉള്ള ആ പരിപാടി അങ്ങ് നിൽക്കും. അതിന് പകരം ഇപ്പോൾ വിദ്യാർത്ഥി വിസയിൽ വരുന്നവർക്ക് 4 വർഷമാണ് അവർക്കിവിടെ കഴിയാവുന്നത്. 4 വർഷം കഴിഞ്ഞാൽ അവർ പിന്നെ തിരിച്ചു പോയിക്കൊള്ളണം. അല്ലെങ്കിൽ ഇവിടെ പിന്നെ USCIS അപേക്ഷ കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യണം, ഇവിടെ താമസം എക്സ്റ്റെൻഡ് ചെയ്യണം. ഇനി തിരിച്ചു പോകുന്നതിനുള്ള കാലാവധി നേരത്തെ 60 ദിവസം ഉണ്ടായിരുന്നു, 2 മാസം. ഇപ്പോഴത് 30 ദിവസമായിട്ട് കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യത്യാസം വന്നിരിക്കുന്നു. അപ്പോൾ അത് ഈ വിദ്യാർത്ഥികളൊക്കെ കഴിഞ്ഞ ഈ ട്രംപിൻ്റെ ആ ഭരണകാലത്ത് ആദ്യത്തെ ഭരണകൂടവും ഇതേ നിയമം കൊണ്ടുവരാനായിട്ട് ഒരുങ്ങിയതാണ്. അപ്പോഴത്തേക്ക് മെഡിക്കൽ സ്കൂളുകളും മറ്റ് പിന്നെ യൂണിവേഴ്സിറ്റികളുമൊക്കെ ശക്തമായിട്ട് എതിർപ്പ് ഉന്നയിച്ചു. കാരണം ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും മറ്റും വരുന്നവർ, അല്ലെ ഡോക്ടറൽ പ്രോഗ്രാമിനൊക്കെ വരുന്നവർ 4 വർഷം കൊണ്ട് അവരുടെ കോഴ്സ് തീരില്ല. അപ്പോൾ അതിൽ കൂടുതലായിരിക്കും അവരുടെ കോഴ്സ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ വീണ്ടും വിസ പുതുക്കാനായിട്ടൊക്കെ പോകുന്നത് പിന്നെ വലിയ ചിലവുള്ളതും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് കോളേജുകൾക്കും യൂണിവേഴ്സിറ്റിക്കും ഒക്കെ പ്രയാസമാണെന്ന് പറഞ്ഞ് പിന്നെ അവർ ശബ്ദം ഉയർത്തി അത് അന്ന് ഉപേക്ഷിച്ചതാണ്. പക്ഷേ ഇപ്പോഴത് നടപ്പാകാൻ പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 4 വർഷം കഴിയുമ്പം അവർ പുതുതായിട്ട് അത് പുതുക്കേണ്ട ഒരവസ്ഥ വരുന്നു. പണ്ട് ആ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അത് F1 വിസ, J1 വിസ, പിന്നെ I വിസ, അത് ഈ ഇൻ്റർനാഷണൽ മീഡിയ ഇങ്ങനെയുള്ള വിഭാഗങ്ങൾക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഈ പുതുക്കലും ഈ I വിസയോ അല്ലെങ്കിൽ J1 വിസയോ ഒക്കെ പുതുക്കുന്നത് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെല്ലാം തടസ്സങ്ങളും പ്രശ്നങ്ങളും വരും. ബയോമെട്രിക് വേണം, ഇങ്ങനെയൊക്കെയുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് പിന്നെ ചോദിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു അനിശ്ചിതത്വം ഉണ്ടാകുന്നു, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നിർത്തുന്നത്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ ആളുകൾ ഓവർ സ്റ്റേ ചെയ്യാതിരിക്കാനായിട്ട്, കൂടുതൽ കാലം താമസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതെന്നാണ് പിന്നെ സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു മാറ്റം വന്നിരിക്കുന്നത്, പിന്നെ നമ്മൾ ഇപ്പം ഇവിടെ ഒരു മാസ്റ്റേഴ്സ് കോഴ്സിന് ചേരാനായിട്ട് ഒരാൾ വന്നു. അയാളെ പഠനം കഴിഞ്ഞു, പക്ഷേ അയാൾക്ക് വിസ കാലാവധി പിന്നെയും ഉണ്ട്. എന്നാൽ പിന്നെ വിസ ഉണ്ടല്ലോ പിന്നെ അതുകൊണ്ട് മാസ്റ്റേഴ്സിന് വന്നയാൾ ഒരു ഡിഗ്രി പ്രോഗ്രാമിന് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് അങ്ങ് ചേരാമെന്ന് വെച്ചാൽ അത് പറ്റില്ല. ആ മാസ്റ്റേഴ്സിന് വന്നയാൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള ഒരു ഡിഗ്രിക്ക്, ഡോക്ടറൽ പ്രോഗ്രാമിനോ അതുപോലുള്ള പ്രോഗ്രാമിന് മാത്രമേ ചേരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അതിനേക്കാൾ താണതോ അല്ലെ തത്തുല്യമായിട്ടുള്ള ഒരു കോഴ്സിന് ചേരാൻ പറ്റില്ല. അപ്പോൾ അതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ഗ്രാജുവേറ്റ് പഠനത്തിന് പിന്നെ MA അല്ലെ MS ഫിസിക്സ് പഠിക്കാൻ വന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് കെമിസ്ട്രിയോ അല്ലെങ്കിൽ അതിലേക്ക് മാറാമെന്ന് വിചാരിച്ചാൽ അതിനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പിന്നെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം നമുക്കാണ് പ്രശ്നം. കാരണം നമ്മുടെ കുട്ടികളാണ് കൂടുതലായിട്ട്, നമ്മുടെ ഇന്ത്യക്കാരാണ് കൂടുതലായിട്ട് ഇവിടെ പഠിക്കാനായിട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ വരുന്തോറും പിന്നെ ആളുകൾ വരുന്നത് കുറയും. ഒന്നാമത് ഇവിടെ പിന്നെ ഒരുപാട് പൈസ കൊടുത്ത് വരികയാണ് ചെയ്യുന്നത്. ഈ വരുന്നവരുടെ എല്ലാം ലക്ഷ്യം പിന്നെ അമേരിക്കയിൽ ജോലി കിട്ടി, ഗ്രീൻ കാർഡ് കിട്ടി, ഇവിടെ സ്ഥിരതാമസമാകണം, പൗരത്വം എടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വരുന്നത്. ആ ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് വലിയ കാര്യമില്ല. ഇവിടെ പഠിക്കുന്നതൊക്കെ തന്നെയാണ് നാട്ടിൽ പഠിക്കുന്നതും. നാട്ടിൽ പഠിച്ചാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയായാലും ഈ നിയമങ്ങൾ നമ്മളെ എങ്ങനെ ബാധിക്കും, അത് കുട്ടികൾ ഇങ്ങോട്ട് വരുന്നതിനെ എങ്ങനെ ബാധിക്കും, അവരുടെ എണ്ണം കുറയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇങ്ങനെ നിയമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ.